ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ നിസ്സാൻ്റെ GT-R എന്ന മോഡലായ കാറ് എങ്ങനെ നമുക്ക് GTA 5 ആഡ് ചെയ്ത് കൊണ്ടുവരാം എന്നുള്ളതിനെ കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ ഒരു കാറ് ലുക്ക് കൊണ്ടും അതിൻ്റെ പെർഫോമൻസ് കൊണ്ടും ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടൊരു വാഹനം കൂടെയാണ് നമ്മളിന്ന് ഗെയിമിലേക്ക് ആഡ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടി ഗെയിമിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആ വണ്ടി എത്രത്തോളം ഗെയിമിനകത്ത് പെർഫോമൻസ് തരുന്നുണ്ട്, അതിൻ്റെ ലുക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഈ വണ്ടി ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ചെറിയ സ്റ്റെപ്പുകൾ മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതിനകത്ത് എല്ലാം ഞാൻ പറയുന്നുണ്ട്. സോ അതിനായിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളതായിട്ട് ഒരു ഫയൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അത് നമുക്ക് ഗൂഗിൾ വഴി ഡൗൺലോഡ് ചെയ്തെടുക്കാം. പിന്നെ ഇതിനു മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ മോഡ്സ് വഴി വണ്ടികൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ GTA 5 ഡയറക്ടറി ഫോൾഡറിലേക്ക് നമുക്ക് കുറച്ച് ഫയലുകൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ആ ഫയലുകൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാർഡ് ഞാനിവിടെ കൊടുക്കാം. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ആ വീഡിയോ ഒന്ന് കാണുക. എന്നതിന് ശേഷം ഇത് ട്രൈ ചെയ്യുക. നേരിട്ട് കാറ് ഡയറക്റ്റായി ആഡ് ചെയ്ത് കൊടുത്താൽ ഗെയിം ക്രാഷ് ആവും. അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഫയലുകൾ ആഡ് ചെയ്തതിന് ശേഷം ഈ കാറുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാർ ഏതാണോ അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് GT-R ആഡ് ചെയ്ത് കൊടുക്കുന്ന ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഫയൽ ഒന്ന് ഡൗൺലോഡ് ചെയ്താൽ അതിനായിട്ട് നമുക്ക് ഗൂഗിൾ ഒന്ന് ഓപ്പൺ ചെയ്യാം. ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിനകത്ത് സെർച്ച് ചെയ്ത് കൊടുക്കുക GTA 5 മോഡ്സ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. GTA 5 മോഡ്സ് അതിൻ്റെ സൈറ്റ് വരും. അപ്പോൾ അത് ഓപ്പൺ ആക്കിയതിന് ശേഷം ഇതിനകത്ത് ഒരുപാട് കാറുകളാണ്. അതിൽ വെഹിക്കിൾസ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നിസ്സാൻ GT-R ഒന്നും കാണുന്നില്ല. അപ്പോൾ സെർച്ചിൽ പോയിട്ട് GT-R ഒന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. GT-R ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ ഇവിടെ ഫസ്റ്റിൽ തന്നെ കാണാം, അതിൽ ഒരുപാട് ഡൗൺലോഡ്സ് ഒരുപാട് ലൈക്സ് ഉള്ള കാറുണ്ടാവും. അതെടുക്കുക. നിസ്സാൻ GT-R ആഡ് ഓൺ ഉള്ള വണ്ടികൾ എടുക്കുക. അപ്പോൾ ഞാനിവിടെ ഇതിൽ ഈ റെഡ് ഒന്ന് എടുക്കുന്നുണ്ട്. നിസ്സാൻ GT-R ആഡ് ഓൺ. ഓക്കെ, അത് ഡൗൺലോഡ് എടുക്കുക. ഓക്കെ, ഫയൽ ഡൗൺലോഡ് ആവുന്നുണ്ട്. സോ ഡൗൺലോഡിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഒന്ന് എക്സ്ട്രാക്ട് ചെയ്യുക. അതിൻ്റെ ഫയൽ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇതിൽ റീഡ്മി ഇങ്ങനെ 3 ഫയലുണ്ട്. ഇതിൽ GT-R എന്ന ഈ ഫോൾഡർ കണ്ടില്ലേ, ഈ ഫോൾഡറാണ് നമുക്ക് ആവശ്യമുള്ളത്. GT-R എന്ന ഫോൾഡർ, ഈ ഫോൾഡർ, അതായത് ഈ DLC.rpf എടുക്കുന്ന ഫയലില്ല. ഈ ഫയൽ ഏത് ഫോൾഡറിനകത്താണ് ഉള്ളത് ആ ഫോൾഡറാണ് നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത്. സോ ഈ ക്രോമിൻ്റെ വിൻഡോ ഒന്ന് മിനിമൈസ് ചെയ്യുക. സോ ഈ ഫോൾഡറില്ലേ, നമ്മളിപ്പോൾ എക്സ്ട്രാക്റ്റ് ചെയ്ത ഫയലില്ലേ, ആ ഫയൽ ഓപ്പൺ ചെയ്യുക. അതിനകത്ത് GT-R ഈ ഫോൾഡർ, ഈ DLC കിടക്കുന്ന ഫോൾഡറില്ലേ, ആ ഫോൾഡർ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തെടുത്തതിന് ശേഷം ഇതെടുക്കുക. എന്നിട്ട് നമ്മുടെ GTA നമ്മൾ ഏതിലാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് അതെടുക്കുക. ഞാനിവിടെ F-ലാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. F-ൽ പോയിട്ട് ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ V GT-യുടെ ഫയൽ എടുക്കുക. നിങ്ങൾ ചിലപ്പോൾ C-യിലായിരിക്കും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ C-യിൽ പോയിട്ട് GT-ൻ്റെ ഫോൾഡർ എടുക്കുക. ഫോൾഡർ എടുത്തതിന് ശേഷം അതിൽ നമ്മൾ മോഡ്സ് എന്ന ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടില്ലേ, ആ മോഡ്സ് എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അതിനകത്ത് അപ്ഡേറ്റ് ഓപ്പൺ ചെയ്യുക, X64 ഓപ്പൺ ചെയ്യുക. DLC പാക്സ് ഉണ്ടല്ലോ, DLC പാക്സ് എടുത്തതിന് ശേഷം അതിനകത്ത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. നമ്മൾ ഇപ്പോൾ കൊണ്ടുവന്ന GT-R ആ ഫോൾഡർ കൊണ്ടുവന്ന് എന്ത് ചെയ്യുക, അവിടെ നമ്മൾ കോപ്പി ചെയ്തല്ലോ, ആ കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. ദെൻ ഇനി ഒരു സ്റ്റെപ്പ് കൂടെ ചെയ്യാനുള്ളൂ. ഈ OpenIV എന്ന സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം വിൻഡോസ് കൊടുക്കുക. വിൻഡോസ് കൊടുത്തിട്ട് ഓപ്പൺ ചെയ്യുക. ദെൻ ഓക്കെ, ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇതിൽ എഡിറ്റ് മോഡ് കൊടുക്കാൻ മറക്കരുത്. എഡിറ്റ് മോഡ് നിർബന്ധമായിട്ടും കൊടുക്കുക. എന്നാൽ മാത്രമേ ഇതിൽ എഡിറ്റിങ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, കൊടുത്തതിന് ശേഷം മോഡ്സ് എന്ന ഫോൾഡർ തുറക്കുക. അപ്ഡേറ്റ് തുറക്കുക. അപ്ഡേറ്റ് RPF എടുക്കുക. RPFൽ കോമൺ എടുക്കുക. അതിൽ ഡാറ്റ, ഇതിൽ XML ടെക്സ്റ്റിലും ഇങ്ങനെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ
ഈ XML ടെക്സ്റ്റിൻ്റെ ഈ സെക്ഷൻ കാണും. അതിൽ ഇതെടുക്കുക, DLC ലിസ്റ്റ് ഡോട്ട് XML എന്ന ഇതെടുക്കുക. എടുത്തതിന് ശേഷം എഡിറ്റ് കൊടുക്കുക. എഡിറ്റ് കൊടുത്തിട്ട് നേരെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരിക. ദെൻ ഞാനിവിടെ കഴിഞ്ഞ വീഡിയോയിൽ ഡിഫൻഡർ എന്ന കാറ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇവിടെ കാണുന്നത്, OIC ഡിഫൻഡർ എന്ന് അതിൻ്റെ ഒരു ടെക്സ്റ്റ് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡിഫൻഡർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ DLC പാച്ച്ഡ് ഇങ്ങനെയൊക്കെ ആയിരിക്കും കാണുക. അപ്പോൾ അങ്ങനെയാണ് കാണുന്നുണ്ടെങ്കിൽ ഇതേപോലെ അങ്ങനെ കോപ്പി ചെയ്തെടുക്കുക. ഞാനിവിടെ അതായത് ഏറ്റവും ലാസ്റ്റ് ഏതാണോ കാണുന്നത്, ഏത് ടെക്സ്റ്റാണോ കാണുന്നത്, അതിങ്ങനെ സെലക്ട് ചെയ്തെടുക്കുക. എന്നതിന് ശേഷം കോപ്പി കൊടുക്കുക. ഇവിടെ എൻ്റെ ഏറ്റവും ലാസ്റ്റ് ഞാനിവിടെ അവസാനം ആഡ് ചെയ്തിട്ടുള്ളത് OIC ഡിഫൻഡർ എന്ന കാറാണ്. അപ്പോൾ അത് നേരെ ആ ടെക്സ്റ്റ് നേരെ എന്ത് ചെയ്യുക, അത് ഡ്രാഗ് ചെയ്തിട്ട് കോപ്പി കൊടുക്കുക. കോപ്പി ചെയ്തതിന് ശേഷം അതിൻ്റെ ഈ ആരോൻ്റെ അവസാനത്ത് വന്നിട്ട് ക്ലിക്ക് ചെയ്താൽ, എന്നിട്ട് അവിടെ ഒരു എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ടെക്സ്റ്റ് എഴുതാനുള്ളൊരു സ്പേസ് വരും. അവിടെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുക, ഇപ്പോൾ കോപ്പി അടിച്ചില്ലേ, അത് നേരെ എന്ത് ചെയ്യുക, അവിടെ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരും. എന്നിട്ട് അവിടുന്ന് ഈ ഡിഫൻഡറിൻ്റെ ഈ പേരുണ്ടല്ലോ, അത് അവിടെ നിങ്ങളുടെ ഒഴിവാക്കുക. അത് ഡിലീറ്റ് ബാക്ക് സ്പേസ് അടിച്ചാണ്ട് സെലക്ട് ചെയ്തിട്ട് ബാക്ക് സ്പേസ് അടിച്ചാൽ മതി, അത് അവിടുന്ന് പോകും. ദെൻ പിന്നെ ചെയ്യാനുള്ളത്, നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത GTRൻ്റെ ഫയലില്ലേ, ഈ ഫയൽ നേരെ എന്ത് ചെയ്യുക, കോപ്പി, ഈ ഫയലിൻ്റെ പേരുണ്ടല്ലോ, അത് അല്ലെങ്കിൽ ഈ പേര് ഇവിടെ അടിച്ചു കൊടുത്താലും മതി. ഞാനിവിടെ ചെയ്യുന്നത് ഇതിന്മേൽ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ പേര് നമുക്ക് കോപ്പി എടുക്കാനുള്ളൊരു ഓപ്ഷൻ കിട്ടും. അപ്പോൾ നേരെ ഇങ്ങനെ വരുമ്പോൾ Ctrl+C അടിച്ചാൽ മതി. Ctrl+C അടിക്കുക. ദെൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, അത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. Ctrl+V അടിച്ചിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഫയലോടെ വന്നു, നിസാൻ GTR എന്ന ഫയലോടെ വന്നു. ഇപ്പോൾ നിലവിൽ 2 കാറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. OIC ഡിഫൻഡർ ഒരു കാറുണ്ട്, അത് മുന്നേ ചെയ്തതാണ്. ദെൻ ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത് GTR ആണ്. ഇവിടെ GTRൻ്റെ പേര് വന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇനി ക്ലോസ് ചെയ്യാതെ നേരെ സേവ് അടിക്കണം. സേവ് അടിക്കാതെ ക്ലോസ് ആക്കരുത്. അപ്പോൾ സേവ് ചെയ്തതിന് ശേഷം ആ പ്രോസസ്സ് കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പോൾ ഗെയിമിലേക്ക് കാറ് ആഡ് ആയിട്ടുണ്ട്. നമുക്ക് ഗെയിം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സോ അതിനായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്ന ആപ്സ് ഒക്കെ ഒന്ന് ക്ലോസ് ചെയ്യട്ടെ. ഓക്കെ, ദെൻ നമുക്ക് ഗെയിം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സോ ഇതിനകത്ത് നിങ്ങൾ ഈ ആഡ് ചെയ്യാനുള്ള ഫയലുകൾ കൃത്യമായിട്ട് ആഡ് ചെയ്യണം കേട്ടോ. അതായത് ഈ GTA 5ലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഒരുപാട് ഫയലുകളുണ്ട്. ആ ഫയലുകൾ കൃത്യമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഗെയിം ക്രാഷ് ആവും. ഇതേപോലെ ഓപ്പൺ ആയി വരുന്ന സമയത്ത് ഗെയിം ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആയി പോകും, അങ്ങനെ വിഷയം വരും. അപ്പോൾ ആ ഫയലുകളൊക്കെ കറക്റ്റായിട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക, പ്ലേസ് ചെയ്ത് കൊടുക്കുക, എന്നാലേ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, ഗെയിം ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. നമ്മൾ കാറ് റിവ്യൂ ചെയ്തിട്ടില്ല. നമുക്ക് ഈ കാട്ടുമുക്കിൽ വന്നിട്ട് കാർ റിവ്യൂ ചെയ്യണ്ടല്ലോ. നമുക്ക് ഹൈവേയിലൊക്കെ ഒന്ന് പോയി നോക്കാം. അവിടെ ഒന്ന് പോയിട്ട് നമ്മുടെ നിസാൻ്റെ GTR ഒന്ന് റിവ്യൂ ചെയ്യാം. ഓക്കെ, സോ ഈ വണ്ടിയും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം നല്ല സ്പീഡും കാര്യങ്ങളൊക്കെയാണ്, സൗണ്ടും കുഴപ്പമില്ല. നമുക്ക് എല്ലാവരുടെ ഇടയിലും വെച്ചിട്ട് എന്ത് ചെയ്യാം, വണ്ടി നമുക്ക് നമ്മളെ നിസാൻ്റെ GTR ഒന്ന് റിവീൽ ചെയ്യാം. ഇവിടെ ഇങ്ങനെ ആയിട്ടൊരു ഇതുണ്ട്, വണ്ടിൻ്റെ പാർക്കിംഗ് ഇതിനകത്തുണ്ടായാലോ. ഓക്കെ, ദെൻ ഈ വണ്ടിയോടെ നിർത്തി ഇവിടെ വെച്ചിട്ട് നമുക്ക് വണ്ടി ഒന്ന് എടുക്കാം. ഏതാ വണ്ടിയില്ലേ, അടിപൊളി, ഏത് കളർ, അടിപൊളി കളറ്. വണ്ടി കാണുമ്പോൾ തന്നെ ഒരു എന്താ പറയുക, വണ്ടിക്കൊരു പേരുണ്ടല്ലോ, ഗോഡ്സില അല്ലേ, ഗോഡ്സില. ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ചാലോ? സൗണ്ടൊക്കെ അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല. സ്മെല്ലൊന്നും മാറ്റി പിടിക്കാം.
എങ്ങനെയുണ്ട് വണ്ടി അടിപൊളി. തട്ടല്ല. എങ്ങനെയുണ്ട് വണ്ടി, ഇഷ്ടപ്പെട്ടോ? സോ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക. ഇതേപോലെ കാറുകൾ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. ഇതുപോലത്തെ വീഡിയോസ് ഞാൻ ഇനിയും ചെയ്യും, അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വീഡിയോക്കായി സ്റ്റേ ട്യൂൺഡ്. ഓക്കെ, ബൈ.